ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ? നമ്മൾ കുറേ ആയി വീഡിയോ എല്ലാം ചെയ്തിട്ട്, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത ഒരു വിഭവമാണ് പോട്ടി ഫ്രൈ ആണ്. നമുക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് പോട്ടി ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഞാനതൊന്ന് ഫ്രൈ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ മടിയുള്ളൊരു കാര്യമായിരിക്കാം പോട്ടി ഫ്രൈ, പക്ഷെ ഒന്നുമില്ല, പെട്ടെന്ന് ചെയ്യാം. നല്ല ടേസ്റ്റി വിഭവമാണ്. ഓക്കെ, നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പോട്ടി ഞാൻ ഇവിടെ നല്ലതായിട്ട് നമുക്കിവിടെ അത്യാവശ്യം നല്ല ക്ലീനായിട്ട് അവിടെ കിട്ടുന്നത് കേട്ടോ. എന്നാലും നമ്മളിവിടെ നല്ലതായിട്ട് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴുകി പിന്നെ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയൊരു ബാഡ് സ്മെല്ലൊക്കെ ഉള്ളതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയെല്ലാം ക്ലീൻ ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേവിക്കാനായിട്ട് ഇവിടെ ഒരു മൺചട്ടിയാണ് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. മൺചട്ടി എടുത്ത് വെച്ചേക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മൺചട്ടിയിൽ അടുപ്പേ വെച്ചാൽ ഇതൊന്ന് വേവിക്കുന്നത്. അടുപ്പേ വെച്ച് വിറകടുപ്പേ വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ആദ്യം ഇത് വേവിക്കാനായിട്ട് ഞാൻ കാണിച്ചു തരാവേ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടിയൊക്കെ ഇച്ചിരി നല്ലതായിട്ട് ഇട്ട് കൊടുത്തോണം കേട്ടോ. 1 സ്പൂൺ സാദാ മുളക് പൊടിയാണേ, എരിവുള്ള മുളക് പൊടി. ഉപ്പ് പിന്നെ പാകത്തിന്, കുറച്ച് കറിവേപ്പില. അപ്പം ഇത്ര ഇട്ടിട്ട് ഇത് നല്ലതായിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ കൈ വെച്ചോ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വെള്ളം അങ്ങനെ അധികം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഈ സാധനം 2 കിലോയാണ് ഉള്ളത്, പക്ഷേ ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റിക്കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഒത്തിരി വെള്ളം ഇറങ്ങും. ഇത് നല്ലതായിട്ട് അങ്ങ് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒത്തിരി വെള്ളം ഇതിനകത്തുനിന്ന് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇതിന് നമുക്ക് പിന്നെ സെപ്പറേറ്റ് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ട് ഒരു 2 സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ബാക്കി മൊത്തം വെള്ളം ഇതിനകത്തുനിന്ന് ഇറങ്ങും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു കുഞ്ഞി കപ്പാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു കപ്പിന് ഒരു ഫുള്ള് ഇല്ല കേട്ടോ, അത്രയും ഞാനിതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതത്രേ ഒഴിച്ചുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഇനി ഈ അടുപ്പേ വെച്ച് വേവിക്കാം. അടുപ്പേ വെച്ച് വേവിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. പിന്നെ ഇത് എല്ലാവരും ഓർക്കും ഇത് പോട്ടിന്നൊക്കെ, ഇത് ബീഫിൻ്റെ പോട്ടി കേട്ടോ. പോട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അഴുക്ക് സാധനമല്ലേ എന്ന് ഓർക്കും. അതൊന്നുമില്ല. നമുക്ക് കടയിൽ ചെന്ന് ചോദിച്ചാൽ ക്ലീൻ ചെയ്ത് അവർ തരും. നമുക്കിവിടെ ക്ലീൻ ചെയ്ത് അങ്ങനെ കിട്ടുന്ന. അപ്പം ക്ലീൻ ചെയ്ത് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് നല്ലതായിട്ട് വെള്ളം ഇറങ്ങുമെന്ന് പറഞ്ഞില്ല. ഇത് കണ്ടോ, വെള്ളം കണ്ടോ. ഇതിപ്പോൾ ഞാൻ കുറേ നേരെ അടുപ്പേ വെച്ചിട്ട് കേട്ടോ. അതിനകത്ത് നിന്ന് ഇറങ്ങിയേക്കുന്നത് ഈ വെള്ളം മൊത്തം ഇനി പറ്റണം. ഇത് പറ്റി അപ്പോഴത്തേക്ക് ഇത് നല്ലതായിട്ട് വേവുകയും ചെയ്യും. അതിനെ ഞാൻ അടുപ്പയിൽ വെക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇച്ചിരി താമസമുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് വെക്കുമ്പോഴത്തേക്കും ഒത്തിരി സമയം പിടിക്കും. വിറകടുപ്പയിലാകുമ്പോഴത്തേക്കും നല്ലൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. എന്നാ പറഞ്ഞാലും വിറകടുപ്പേ വെക്കുന്ന ഭക്ഷണത്തിനൊക്കെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ പോട്ടി നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഇരുമ്പ് ചട്ടിയാണ് അടുപ്പ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ചട്ടി നല്ലതായിട്ട് ചൂടായി. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ഇരുമ്പ് ചട്ടിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റ്. കടുക് ഇട്ടു. വെളുത്തുള്ളി ഇഞ്ചി ഞാൻ നല്ലതായിട്ട് കൊത്തി കഴിഞ്ഞത്. ഞാനിത് ഇച്ചിരി അധികം ചേർക്കുന്നുണ്ട്. നമ്മൾ പോട്ടി വേവിച്ചപ്പം ചേർത്തില്ല. പിന്നെ അത് തന്നെയല്ല, പോട്ടിക്ക് നല്ല ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി ഏറെ ചേർക്കണം കേട്ടോ. അതാണ് ടേസ്റ്റ്. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ടേസ്റ്റ് നല്ലതായിട്ട് നിൽക്കണം. നമ്മുടെ സാധാരണ ബീഫൊക്കെ കറി വെക്കുന്ന പോലെയല്ല, ഇതിന് നല്ലതായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇച്ചിരി അധികം നല്ലതായിട്ട് ചേർത്തിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. ഇനി സവോളയും 1-2 പച്ചമുളകും കൊണ്ട് ഞാനിവിടെ അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇച്ചിരി ഉപ്പും കളിട്ട്, ഇച്ചിരി കറിവേപ്പില. ഇനി നല്ലതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ സവോളയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമ്മളെടുത്തിരിക്കുന്ന സാധനം 2 കിലോ എടുത്തെങ്കിലും അത് ഞാൻ കാണിച്ചു തരാം. ഒത്തിരി കുറഞ്ഞു പോയി, മൊത്തം വെള്ളമായിരുന്നു. വെള്ളമൊക്കെ ഇറങ്ങി നല്ല കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് സവോളൊക്കെ ഞാൻ ഒരു 4 വലിയ സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അറിയാമല്ലോ. സവോളൊക്കെ നമുക്ക് ഏകദേശം ആക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലകളെല്ലാം ചേർക്കാം. ഇത് നല്ലതായിട്ട് ഫ്രൈ ആയില്ല കേട്ടോ, ഏകദേശം ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട്. ഞാൻ നല്ലതായിട്ട് ഫ്രൈ ആക്കാത്തതിൻ്റെ കാര്യം പറയാവേ. ഞാൻ മസാല ഒന്നിട്ട് മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ചേർത്താണ് ഇത് മസാലയ്ക്കുള്ളത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി,
പൊടി ഇത്രയാണ് ചേർക്കുന്നത്. കാരണം നമ്മൾ ഇനി കൂടുതൽ ചേർക്കുന്നത് ഇതിന് കുരുമുളക് പൊടിയാണ് നല്ലതായിട്ട് ചേർക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരു കളർ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഇത്രേ മുളക് പൊടി ചേർക്കുന്നത്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഞാൻ സവോള നല്ല ഫ്രൈ ആക്കാത്തതിൻ്റെ കാരണം പറയാം. നമ്മൾ പോട്ടി വേവിച്ചതിൽ അതിൻ്റെ നെയ്യും വെള്ളം എല്ലാം കൂടെ കൂട്ടി ഒരു കുറച്ചുണ്ട് വെള്ളം. അപ്പം നമുക്ക് അത് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഈ സവാള ഒന്ന് അതിനകത്ത് കിടന്നൊന്ന് നല്ലതായിട്ട് ആയിട്ട് വേണം നമുക്ക് പോട്ടി ഇട്ട് കൊടുക്കാൻ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി അങ്ങ് സവാള ഫ്രൈ ആക്കാത്തത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേറെ കുറച്ച് സ്പൈസസും കൂടി ഇടാം. കുരുമുളക് പൊടി ഞാൻ ഇടുവാണ്. 1 ടീസ്പൂൺ നമുക്ക് ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കൂടി. ഇത് നല്ല പോട്ടിക്ക് നമ്മുടെ ഇറച്ചി പോലെയല്ല, ഇച്ചിരി നല്ല എരിവ് വേണം കേട്ടോ. ഇത് കണ്ടോ, പെരിഞ്ജീരകം പൊടിച്ചതായത്. പെരിഞ്ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂൺ എടുത്ത് ഉണ്ട്. ഗരം മസാല ഇതെല്ലാം ഇവിടെ ഞാൻ പൊടിച്ചെടുത്താട്ടോ. ഗരം മസാലയെല്ലാം ഇതുപോലെ എല്ലാം വാങ്ങിച്ച് ഞാൻ പൊടിച്ച് ഇവിടെ ഉണ്ടാക്കിയെടുത്തതാണ്. ഒന്ന് ഇളക്കി അതിനൊന്ന് യോജിപ്പിക്കുക. നല്ലതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ആ പോട്ടി വേവിച്ചതിൻ്റെ വെള്ളം കിടക്കുന്നത് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അടുപ്പിൽ വെച്ച് മൊത്തം അങ്ങ് പറ്റിച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ പിന്നെ ഒരു ഇച്ചിരി അതിനകത്ത് അങ്ങ് കിടന്നപ്പോൾ അങ്ങ് വാങ്ങിയെന്ന് മാത്രം. അതിന് അത്യാവശ്യം നല്ലതായിട്ട് വെന്തായിരുന്നു. അപ്പോൾ ഇനിയും അടുപ്പിൽ വെച്ച് ഒത്തിരി വേവിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാനതങ്ങ് വാങ്ങിയത് കേട്ടോ. ഇപ്പോൾ മസാല നല്ല തിക്കായില്ലേ. ഇനി നമുക്ക് കൂട്ടിയിട്ട് കൊടുക്കാം. നമ്മുടെ 2 കിലോ പോട്ടി ഉണ്ടായിരുന്നതാണ്. കണ്ടോ, ഇത്ര വായി. പകുതി വെള്ളമായിരുന്നു. വെള്ളമൊക്കെ ഇറങ്ങി നമ്മൾ പറ്റിച്ച് എടുത്തു. ഇതൊന്ന് നല്ലതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കും. ഏകദേശമായിട്ടുണ്ട്. നല്ല ഫ്രൈ ആയില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. കാരണം എരിവ് കുറച്ച് മതി എന്നുള്ള ആൾക്കാർക്ക് കുറച്ചിട്ട് വെച്ചാൽ മതി. നമുക്ക് ഇവിടെ ഇച്ചിരി നല്ല എരിവാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിനെ നല്ലതായിട്ട് പറ്റിച്ച് നല്ല ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനിച്ചിരി സമയം പിടിക്കും. നമ്മൾ ഇച്ചിരി നേരം നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് ഇതാകണം. അപ്പം ആവട്ടെ, ഞാനത് ആ ഒരു പരുവത്തിലെത്തിയിട്ട് നമ്മുടെ പോട്ടി ഫ്രൈ ഇവിടെ നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീട്ടിലിതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അത് നല്ലതായിട്ട് ഫ്രൈ ആക്കി ഞാൻ എടുത്ത് നല്ല വെള്ളമൊക്കെ നല്ലതായിട്ട് വറ്റിച്ച് കണ്ടോ. അപ്പം അടിപൊളി. എൻ്റെ മുമ്പിൽ കുറച്ച് വിഭവങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങൾ ഓർക്ക് ഇവിടെ എന്താണെന്ന് പരിപാടി എന്നല്ലേ. 2 ആഴ്ചയായിട്ട് പനിയൊക്കെ പിടിച്ച് എല്ലാവരും അവശതയായിട്ട് കിടക്കുമായിരുന്നു. അപ്പം അങ്ങനെയായിട്ട് ഒരാഴ്ചയായിട്ട് ഞങ്ങൾ കഞ്ഞിയും പയറും കഞ്ഞിയും ചമ്മന്തി ഇങ്ങനെയൊക്കെ ആയിട്ടാണ് കഴിഞ്ഞത്. നമുക്ക് പനി വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു വായിക്കൊന്നും നമുക്ക് ടേസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ പനിയെല്ലാം മാറി. ഞങ്ങൾക്ക് നല്ല ഫുഡ് കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് കൊറോണ കാരണം കൊണ്ട് പുറത്ത് റെസ്റ്റോറൻറ്റിലൊന്നും ഇപ്പോൾ പോകാൻ നമുക്ക് നിവർത്തിയില്ല. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് ഷാപ്പിലെ വിഭവങ്ങളെല്ലാം ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കാമെന്ന്. ഷാപ്പിലെ ഐറ്റംസൊക്കെ അത്യാവശ്യം കുറച്ചെല്ലാം ഞങ്ങൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെൻ്റെ എല്ലാം അവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ തോന്നി അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. നല്ല കപ്പ വേവിച്ചതുണ്ട്. പിന്നെ പോട്ടി ഫ്രൈ ഉണ്ട്. ബീഫിൻ്റെ പോട്ടിയാണ് അത് ഫ്രൈ ചെയ്തത്. പിന്നെ ഇത് മോദയാണ്, മോദ കറി. പിന്നെ ഇത് കണ്ടോ നമ്മുടെ ബീഫ് റോസ്റ്റാണ്. ചപ്പാത്തി, ചോറ്, പിന്നെ അച്ചാറ്, സംഭവമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോയി കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായതുകൊണ്ട് ഞങ്ങളിന്ന് വീട്ടിലിതെല്ലാം ഒന്ന് ഉണ്ടാക്കി നമുക്ക് കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാനിത് മോന് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാനില്ല. കപ്പ മീൻകറി. അപ്പൂന് നമുക്ക് കപ്പയും മീൻകറി പോട്ടിയും വേണമെന്നാണ് പറഞ്ഞേക്കണം കേട്ടോ. ഞങ്ങൾ
ചാറൊക്കെ കുറച്ച് കൊടുക്കാം, കാരണം അവൻ കഴിക്കില്ല ചിലപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക് കുറച്ച് പോട്ടിയും കൂടി ഇട്ട് കൊടുക്കാം, കുറച്ച് പോട്ടി. പിന്നെ ചപ്പാത്തി വേണോ? തുടങ്ങിക്കോ. അപ്പം ഞാനും കഴിക്കാൻ പോകണം കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ നല്ലതായിട്ടൊന്ന് കഴിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, പനിയായിട്ട് ഒരാഴ്ചയായിട്ട് 1.5-2 ആഴ്ചയായിട്ട് ഭക്ഷണമൊന്നുമില്ല, കഴിക്കണില്ലായിരുന്നു. എല്ലാം കഞ്ഞിയൊക്കെ ആയിട്ടായിരുന്നു കഴിച്ചോണ്ടിരുന്നത്. അപ്പോൾ വായിക്ക് ഇപ്പോഴാണ് നല്ലതായിട്ട് ഗസ്റ്റൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിനി പിടി തുടങ്ങാം. ഞാൻ ആദ്യം ഒരു ചപ്പാത്തി, കുറച്ച് ബീഫ് റോസ്റ്റ് കേട്ടോ. ബീഫ് ഞാനിത് കഴിക്കുന്ന ആകുമ്പോഴത്തേക്കും നമ്മുടെ ക്യാമറാമാൻ കൊതി വരുവാണേ, കാരണം അവനാണ് ഇവിടുത്തെ ബീഫിൻ്റെ ആള് കേട്ടോ. കാണിച്ചു തരാവേ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കാം നല്ല ടേസ്റ്റുണ്ട്. നല്ല ബീഫാണ്. ചപ്പാത്തി ഞാൻ ഓരോന്നും ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് കപ്പ ടെസ്റ്റ് ചെയ്യാം. ഇത് കണ്ടോ, നല്ല ഉടച്ച് വേവിച്ച നല്ല കപ്പ. ഉടച്ച് വേവിച്ച കപ്പയും കുറച്ച് മീൻകറി എടുക്കാം അല്ലേ. കപ്പയുടെ മുകളിലോട്ട് ഇതിങ്ങനെ ഈ മീൻകറി ഇങ്ങനെ ഒഴിച്ച് വെച്ച് ഇതിൻ്റെ ചാറും കൂടി കുറച്ചങ്ങ് ഒഴിക്കണം. പോട്ടിയും കൂടി എടുക്കാം കേട്ടോ. ഞങ്ങളിന്നെല്ലാം വീട്ടിൽ ഇത് നമ്മൾ വേറൊരു കാര്യം കൂടെ ചിന്തിച്ച് നോക്കണം. നമ്മളിതെല്ലാം പുറത്ത് പോയി കഴിക്കുവാണെങ്കിൽ ഒത്തിരി പൈസയും കൂടി ആവും കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളെല്ലാം വീട്ടിൽ വാങ്ങിച്ച് കുറേശ്ശെ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തതാണ്. നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോഴത്തേക്കും ഒരു ബീഫ് റോസ്റ്റിനൊക്കെ എന്നാ നല്ല റേറ്റ് അല്ലേ. ഇത് പക്ഷെ ഒരാൾ കഴിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ വീട്ടിൽ ഇതുപോലെ വാങ്ങിച്ച് എല്ലാവർക്കും കഴിക്കാനുള്ള സെറ്റപ്പുണ്ട്. അപ്പം അങ്ങനെ മീനും ഇതേ മോതയുടെ കഷ്ണമാണേ. ഉപ്പുംപുളിയൊക്കെ ഉണ്ട്. നമ്മുടെ പൊട്ടി നമ്മളിനി ഇത് ചോറും ഒക്കെ ആയിട്ട് ഞാൻ പഴയ കാണിക്കാം.